ഒരു വിദ്യാർത്ഥിയുടെ 5 ഗുണങ്ങളെ പരാമർശിക്കുന്ന ഒരു സംസ്കൃത ഗ്രന്ഥമുണ്ട്. കാകചേഷ്ട ബഹോധ്യാനം ശാനനിദ്ര തദൈവ ച സ്വൽപഹാരി ഗ്രഹത്യാഗി. വിദ്യാർത്ഥി പഞ്ചലക്ഷണം ഉള്ളവനായിരിക്കണം. ഈ 5 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനാണ് നാം എല്ലാവരും ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അറിവ് തേടുന്നവൻ എന്നാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ സംസ്കൃത ശ്ലോകം നമുക്കൊന്നും മുറിച്ചു നോക്കാം. ഒന്നാമതായി കാകചേഷ്ട. കാക്ക എന്നതിൻ്റെ സംസ്കൃത പദമാണ് കാക. ചേഷ്ട എന്നാൽ പ്രയത്നമെന്നുമാണ് അർത്ഥം. അതിനാൽ കാക്കയുടെ പ്രയത്നമെന്നാണ് ഇതിൻ്റെ അർത്ഥം. ദാഹിച്ച് കരയിലൂടെ പറന്ന കാക്കയുടെ കെട്ടുകഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ഒരു പ്രയോഗം. ദാഹിച്ചു നടന്ന കാക്ക ആരുടെയോ ഒരു തോട്ടത്തിൽ കൂടി ഇങ്ങനെ പറക്കുകയാണ്. ഒരു കുടം വെള്ളം പെട്ടെന്ന് ഈ കാക്കയുടെ കണ്ണിൽ പെടുകയാണ്. എന്നാൽ ഈ കുടത്തിൻ്റെ താഴ്ന്ന ഭാഗത്ത് മാത്രമാണ് വെള്ളം ഉണ്ടായിരുന്നത്. കാക്കയ്ക്ക് തോന്നിയ ബുദ്ധിയാണ് കല്ല് പെറുക്കിയിട്ട് ജലമുയർത്തി അതിൽ നിന്ന് കുടിക്കാം. നാം കേട്ടിട്ടുള്ള കഥയാണിത്. എങ്കിലും കാക്കയുടെ കഠിനാധ്വാനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി ബഖോ ധ്യാനം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു കൊക്കിൻ്റെ ശ്രദ്ധയെ സൂചിപ്പിക്കുന്നു. മത്സ്യങ്ങളെ നോക്കി നിശ്ചലമായി ഒരു കാലിൽ നിന്നുകൊണ്ട് തീരെ ചെറിയ മത്സ്യങ്ങളെ നീന്താൻ ഈ കൊക്ക് അനുവദിക്കും. പക്ഷേ അവയെ കൊത്തില്ല. ക്ഷമയോടെ വലിയ മത്സ്യം വരുന്നതുവരെ ഈ കൊക്കിങ്ങനെ കാത്തിരിക്കുകയാണ്. ചെറിയ മത്സ്യങ്ങളെ കൊത്താത്തത് അത് വലിയ മത്സ്യത്തെ ഭയപ്പെടുത്തുവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. എന്നാൽ കൊക്കിനറിയാം വലിയ മത്സ്യം വേണമെങ്കിൽ അതിലെ കടന്നു പോകുന്ന ചെറിയ മത്സ്യങ്ങളെ സ്വതന്ത്രമായി വിട്ടേ മതിയാവും. ഇതുപോലെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മെ അസ്വസ്ഥമാക്കുന്ന ചെറിയ കാര്യങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകുവാൻ നമ്മൾ അനുവദിച്ചേ മതിയാവും. ഒരുപക്ഷെങ്കിൽ നിസ്സാരമായ ചെറിയ തർക്കങ്ങളോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ ദൈനംദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളോ പലതാവാം. അതിലൊക്കെ നാം ശ്രദ്ധിച്ചു വേണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ. നമ്മുടെ ശ്രദ്ധ തിരിയാതിരിക്കുവാനായി പ്രത്യേകം നാം ശ്രദ്ധിക്കുമല്ലോ. മൂന്നാമതായി ശ്വാനനിദ്ര. ശ്വാന എന്നാൽ നായും നിദ്ര എന്നാൽ ഉറക്കവും എന്നാണ്. ശ്വാനനിദ്ര എന്നാൽ ഉറങ്ങുമ്പോൾ പോലും നായയുടെ ജാഗ്രതയുടെ നിലവാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ഒരു കാവൽ നായ എളുപ്പത്തിൽ വിശ്രമിക്കാം. എന്നാൽ ഏതു നിമിഷവും അത് കുതിക്കുവാനായിട്ട് ജാഗ്രതയോടെ ആയിരിക്കുവാൻ അവൻ തയ്യാറാണ്. ചെറിയ ശബ്ദമോ കാൽപ്പാടുകളുടെ ഒച്ചയോ ഒക്കെ കേട്ടാൽ ആ നായ എന്തിനും തയ്യാറാവുന്നു. നമ്മുടെ ജീവിതത്തിൽ മികച്ച വിദ്യാർത്ഥിയാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അർത്ഥവത്തായത് പിന്തുടരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജാഗ്രത എന്ന ഗുണം നിങ്ങൾ പരിശീലിച്ചേ മതിയാവും. നാലാമതായി അല്പഹാരി എന്നതാണ്. അല്പഹാരി സംസ്കൃതത്തിൽ ആഹാർ എന്ന വാക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ ഭക്ഷണം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്പ എന്നാൽ കുറവെന്നും അർത്ഥം. അതിനാൽ അല്പാഹാരി എന്നാൽ അറിവ് അന്വേഷിക്കുന്ന ഒരാൾ കുറച്ചു ഭക്ഷണം കഴിക്കണമെന്നാണിത്. നാലാമത്തെ ഗുണമായി നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും. എല്ലാ മനുഷ്യർക്കും പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. നമ്മുടെ നാവിന് ഭക്ഷണമുണ്ട്, കണ്ണുകൾക്ക് കാണാൻ വസ്തുക്കളുണ്ട്, ഓരോ ഇന്ദ്രിയങ്ങൾക്കും ആഹാരമുണ്ട്. ഈ സാഹചര്യത്തിൽ ആഹാരമെന്ന് അർത്ഥമാക്കുന്നത് ഒരു മികച്ച വിദ്യാർത്ഥിയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിധേയമാകുന്ന ഇന്ദ്രിയ ധാരണകളിൽ വളരെ ശ്രദ്ധയുള്ള ആളായിരിക്കണം. ഒന്നിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ അടിമപ്പെട്ടു പോകുവാൻ ഒരിക്കലും നമുക്ക് ഇടയാവരുത്. അഞ്ചാമതായിട്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഗ്രഹത്യാഗി ആയിരിക്കണം. ഗ്രഹ എന്നാൽ വീടും ത്യാഗി എന്നാൽ ത്യജിക്കുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്നർത്ഥം. ഒരു വിദ്യാർത്ഥിയുടെ 5ാമത്തെ ഗുണമാണിത്. പഴയ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് പ്രാചീന കാലഘട്ടങ്ങളിൽ ചെറുപ്രായത്തിൽ വീട് വിട്ട് ഗുരുകുലമെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലായിരുന്നു പഠിച്ചിരുന്നത്. ഗുരുക്കന്മാരുടെ കീഴിൽ കുട്ടികൾ പഠിക്കാൻ പോകുമായിരുന്നു. ഗ്രഹത്യാഗി എന്നാൽ അറിവിനെ തേടി വീട് വിട്ട് ഇറങ്ങുക എന്നാണ് അർത്ഥം. അതിനർത്ഥം വീടോ മാതാപിതാക്കളെയോ ബന്ധങ്ങളെയോ എല്ലാം ഉപേക്ഷിക്കുക എന്നല്ല. നമുക്ക് സുഖമുള്ള ഇടം വിട്ടുപോകുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. നമുക്ക് സുഖമുള്ള ഇടത്തിൽ ജീവിച്ചാൽ ഒരുപക്ഷെങ്കിൽ നമുക്ക് വളരുവാൻ സാധിച്ചു എന്ന് വരില്ല. അതിനാൽ ഗ്രഹത്യാഗി എന്നാൽ സുഖമുള്ള ഇടത്തു നിന്ന് പുറത്തു വരുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. എല്ലാം
പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും മേൽ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് കാക്കയുടെ പ്രയത്നവും കൊക്കിൻ്റെ ഏകാഗ്രതയും അല്പാഹാരിയും ഒരു നായയുടെ ജാഗ്രതയുള്ളവരും സുഖമുള്ള ഇടം വിട്ട് പുറത്തു വരുന്നവരുമായി തീർന്ന ജീവിത ലക്ഷ്യം നേടിയെടുക്കുവാൻ സാധിക്കട്ടെ. എല്ലാ ആശംസകളും.